അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ, അതിൻ്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ സൗഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. അതിനെ പരമാവധി അതിൻ്റെ ദിനരാത്രങ്ങളെ പ്രയോജനപ്പെടുത്താൻ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് സവിശേഷതകളുള്ള മാസമാണ് റമദാൻ. റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് റബ്ബിലേക്ക്, റബ്ബിൻ്റെ അടിയാറുകൾക്ക് മടങ്ങാനുള്ള സുവർണാവസരമാണ്. ജീവിതത്തിൽ നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ചിലപ്പോൾ വഴിവിട്ട് സഞ്ചരിച്ചിട്ടുണ്ടാകും, ബഹുദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും, തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകും, വീഴ്ചകളും പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടാകും, തെറ്റായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടാകും. പക്ഷേ ഈ റമദാൻ റബ്ബിലേക്ക് മടങ്ങാനുള്ള സന്ദർഭമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ അവനിലേക്ക് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന്. എത്ര ദൂരം സഞ്ചരിച്ചതിന് ശേഷവും മടങ്ങിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടുന്നുവെന്ന്. ഏതുപോലെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, നമ്മുടെ മരുഭൂമിയിലെ യാത്രയിലെ യാത്രാവാഹനമാണല്ലോ ഒട്ടകം. ആ ഒട്ടകം നഷ്ടപ്പെട്ടാൽ ഒരു യാത്രക്കാരന് തൻ്റെ യാത്രാവാഹനം മാത്രമല്ല, ജീവിതം തന്നെ നഷ്ടപ്പെട്ടതിന് സമാനമാണ്. ആ ഒട്ടകത്തെ തിരിച്ചു കിട്ടുന്ന ഘട്ടത്തിൽ ഒരു യാത്രികനുണ്ടാകുന്ന സന്തോഷം എത്രയാണോ, അതുപോലെയുള്ള സന്തോഷം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മുടെ വഴിവിട്ട ജീവിതത്തിന് ശേഷമുള്ള അള്ളാഹുവിലേക്കുള്ള തിരിച്ചുവരവിൽ ഉണ്ടാകുമെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹു യുഹിബ്ബു തൗവാബീന വ യുഹിബ്ബുൽ മുതത്തഹിരീൻ. ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്നു സ്വയം മടങ്ങുന്ന ആളുകളെ എന്ന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് പറഞ്ഞത്, ഹാസിബു കബല അൻ തുഹാസബു വസിനു അഅമാലക്കും കബല അൻ തൂസന അലൈക്കും. നിങ്ങൾ ഇഖ്തിസാബ് നടത്തുക, ആത്മപരിശോധന നടത്തുക, ഹിസാബ് നടത്തുക. പരലോകത്തെ ഹിസാബിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ തൂക്കി നോക്കുക. അള്ളാഹു നാളെ നിങ്ങളുടെ കർമ്മങ്ങളെ തൂക്കി നോക്കുന്നതിന് മുമ്പ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ റമദാൻ നമുക്ക് നമ്മെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമായി നമ്മൾ കാണേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ ദഖല റമദാൻ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന വ ഉല്ലിഖത്ത് അബ്വാബുൻ നാർ വ സുഫിദത്തി ശയാത്തീൻ. ഈ റമദാൻ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്വർഗ്ഗ കവാടം തുറക്കപ്പെടും, നരക കവാടം അടക്കപ്പെടും, പിശാച് ബന്ധനസ്ഥനാക്കപ്പെടും. ഇത് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഒരാൾക്ക് നന്നാവാൻ തീരുമാനിച്ചാൽ അയാൾക്ക് നന്നാവാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് റമദാൻ എന്നുള്ളതാണ്. ഒന്നാമത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് ഞാൻ പറയുക, ഈ റമദാനിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈവിട്ടുപോയ മേഖല നമുക്ക് വീണ്ടെടുക്കുന്നതിനുള്ള അവസരമായി മാറണം എന്നുള്ളതാണ്. രണ്ടാമതായി, നമ്മുടെ കർമ്മങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചത്, നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും നമുക്ക് 20 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസ്സൗമു ലീ വ അന അജ്സി ബിഹി എന്നാണ്. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുക. അവൻ ആഹാരം ഉപേക്ഷിച്ചത് ഞാൻ കാരണത്താലാണ്, അവൻ വെള്ളം ഉപേക്ഷിച്ചത് ഞാൻ കാരണത്താലാണ്, അവൻ അവൻ്റെ ദേഹേച്ഛകൾക്ക് കടിഞ്ഞാണിട്ട് പിടിച്ചത് ഞാൻ കാരണത്താലാണ്, അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം കൊടുക്കുക ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നുണ്ട്, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സ്വമ റമളാന ഈമാനം വഹ്തിസാബ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കാരം നിർവഹിച്ചാൽ, ആരെങ്കിലും ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി വ്രതം അനുഷ്ഠിച്ചാൽ, അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തീരുന്നില്ലല്ലോ. അത്താഴത്തിന് പുണ്യമുണ്ട്, ഇഫ്താറിന് പുണ്യമുണ്ട്, നോമ്പ് തുറപ്പിക്കുന്നതിന് പുണ്യമുണ്ട്, ദാനധർമ്മങ്ങൾക്ക് പുണ്യമുണ്ട്. ആ ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അമലുകൾക്കും നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കവിഞ്ഞ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുന്നു. ആ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളെ, സമയങ്ങളെ ദിക്ർ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ സുഹൃതങ്ങൾ കൊണ്ടും നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്, റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്?
മൂന്നാമത് റമദാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ എന്നുള്ളതാണ്. എന്താണ് ഖുർആൻ? ഈ സമുദായത്തിൻ്റെ ഖുർആനിനോടുള്ള സമീപനം എന്താണ്? എന്തായിരിക്കണം ഖുർആനിനോടുള്ള സമീപനം? ചിലപ്പോഴെങ്കിലും മുസ്ലിം സമുദായത്തിനകത്ത് ഖുർആൻ എന്ന് പറയുന്നത് കേവലം ഒരു മതഗ്രന്ഥം മാത്രമാണ്, ഒരു പാരായണ ഗ്രന്ഥം മാത്രമാണ്. അതിൻ്റെ ആദരവ് കൊടുക്കുന്നതോടുകൂടി തീരുന്നതാണ് തൻ്റെ ഉത്തരവാദിത്വം എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഖുർആനിനെ കുറിച്ച് ഖുർആൻ തന്നെ നമ്മോട് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഷഹ്ർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ പറയുന്നത് തീർച്ചയായിട്ടും ഈ റമദാനിലാണ് വിശുദ്ധ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് ജനങ്ങൾക്കുള്ള ഹിദായത്തായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. യഥാർത്ഥത്തിൽ ഖുർആൻ ചൊവ്വായ മാർഗം കാണിച്ചു തരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞത് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലന്നൂർ. ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഹിദായത്താണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ലഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ചൊവ്വായ മാർഗം കാണിച്ചു തരുന്ന വേദഗ്രന്ഥമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലന്നൂർ, ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിളക്കുമാടങ്ങളായി മാറണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി മാറണം എന്നുള്ളതാണ്. അതിൻ്റെ ആയാത്തുകൾ അറബി അക്ഷരങ്ങൾക്കപ്പുറം അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയ ആശയങ്ങളുടെ ആവിഷ്കാരമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതം മാറുക എന്നുള്ളത് ഈ കാലം നമ്മിൽ നിന്ന് താല്പര്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്നെൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഖുർആൻ ഇസ്ലാമോഫോബിക്കായ ഒരു ചുറ്റുപാടിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഗ്രന്ഥം കൂടിയാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ നന്മ, ഖുർആൻ ഉദ്ഘോഷിക്കുന്ന സമാധാനം, ഖുർആൻ ഉദ്ഘോഷിക്കുന്ന സുഹൃതങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ആ അർത്ഥത്തിൽ ജീവിതത്തിലൂടെ ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ റമദാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ കൂടി മാസമാണ്. നാലാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബദർ നടന്ന മാസമാണ് റമദാൻ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് റമദാനിൽ ബദർ നടന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്ക് യഥാർത്ഥത്തിൽ അറിയാം, റമദാൻ എന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ട മാസമാണ്. ദിക്റുകളുടെ, ദുആകളുടെ, പ്രാർത്ഥനകളുടെ, ഖിയാമുൽ ലൈലിൻ്റെ, ഖുർആനിൻ്റെ ഒക്കെ മാസമാണ്. ഈ മാസത്തിൽ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ നിശ്ചയിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മറ്റൊരു ദിവസവും ബദർ നിശ്ചയിക്കാമായിരുന്നല്ലോ. പടച്ചവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. ഇതിനർത്ഥം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് സാമൂഹികതയെ റദ്ദ് ചെയ്യുന്നതല്ല. ഇസ്ലാമിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ സാമൂഹ്യ ഉത്തരവാദിത്വത്തെ റദ്ദ് ചെയ്യുന്നതല്ല, സാമൂഹ്യ തിന്മകളോടുള്ള പോരാട്ടത്തെ റദ്ദ് ചെയ്യുന്നതല്ല, സാമൂഹ്യ പങ്കാളിത്തത്തെ റദ്ദ് ചെയ്യുന്നതല്ല. നമ്മിൽ അർപ്പിതമായ സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറയുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമരോത്സുകത കൂടി ഇസ്ലാമിൻ്റെ ആത്മീയതയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ബദർ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധം, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ യുദ്ധം എന്നാണ് പറയുക, വലുത് എന്ന് പറഞ്ഞുകൂടാ, യുദ്ധം നടക്കുന്നത് ഈ വിശുദ്ധ റമദാനിലാണ്. ബദറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബദറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആൾബലമല്ല, ആദർശബലമാണ്. ആയുധമില്ലാതെ, ആൾബലമില്ലാതെ, സന്നാഹങ്ങളില്ലാതെ, സജ്ജീകരണങ്ങളില്ലാതെ, ഇതെല്ലാം അത്യാവശ്യമുണ്ടെന്ന അഹങ്കാരത്തോടെ, അഹംഭാവത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു സേനയോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം എന്ന ആദർശബലത്തിൽ പൊരുതിയ, എന്നിട്ട് വിജയിച്ച യുദ്ധമാണ് ബദർ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാൻ എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളിൽ ഒന്ന് ഇസ്ലാമിൻ്റെ ആത്മീയത സമരോത്സുകമായ ആത്മീയതയാണ്. അഥവാ ഇസ്ലാമിൻ്റെ ആത്മീയതയിൽ ഒരാളുടെ സാമൂഹ്യ ബോധം തളരുകയല്ല, ഉണരുകയാണ്. സാമൂഹ്യ ഉത്തരവാദിത്വം ഇല്ലാതാവുകയല്ല, യഥാർത്ഥത്തിൽ കൂടുതൽ വർദ്ധിക്കുകയാണ്. ആ അർത്ഥത്തിൽ സമരോത്സുകമായ ഇസ്ലാമിക ജീവിതം നയിക്കേണ്ടുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ബദർ ആ സമരോത്സുകമായ ആത്മീയതയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നാലാമത്തെ പ്രത്യേകത റമദാനിൻ്റേത് നിങ്ങൾക്കറിയാം, അവസാനത്തെ പത്താണ്, ലൈലത്തുൽ ഖദറിൻ്റെ പത്താണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ രാവുള്ള മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. പുലരും വരെ മാലാഖമാരുടെ സാന്നിധ്യമുള്ള മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ 10 നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഉറപ്പാക്കാനുള്ള 10ആണ്. നമ്മൾ റമദാനിലുടനീളം നടത്തിയ പ്രാർത്ഥന, അതിൻ്റെ തുടർച്ച എന്ന അർത്ഥത്തിൽ പള്ളിയിൽ സമയം ചെലവഴിക്കേണ്ട 10ആണ്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്ന 10ആണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരീ സഹോദരന്മാരോട് ഞാൻ പറയുക, അവസാനത്തെ 10 ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം പാഴായി പോകാൻ പാടില്ല. ആ 10ൽ പരമാവധി ഇഅ്തികാഫിലേക്ക്, അള്ളാഹുവിലേക്ക്, പള്ളിയെ വാസസ്ഥലമാക്കുന്നിടത്തേക്ക് നമ്മളെല്ലാവരും
നമ്മുടെ സമയത്തെയും നമ്മുടെ പ്ലാനുകളെയും നമ്മൾ ക്രമീകരിക്കണമെന്നാണ് നാലാമതായി സൂചിപ്പിക്കാനുള്ളത്. ആ ഒരു അർത്ഥത്തിൽ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമകാലിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമുള്ള പാഥേയമൊരുക്കാനുള്ള ഏറ്റവും സുവർണമായ അവസരമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഓരോ കാലഘട്ടത്തിൻ്റെയും റമദാനിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഈ റമദാൻ ഈ കാലഘട്ടത്തിൽ ഇരുന്നിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ റമദാനിൽ എനിക്ക് ഈമാൻ ശക്തിപ്പെടുത്തണം, ഈ റമദാനിൽ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്തിഗ്ഫാർ നടത്തണം, ഈ റമദാനിൽ പരമാവധി സുഹൃതങ്ങൾ ചെയ്യണം, ഈ റമദാനിൽ അള്ളാഹുവിൻ്റെ ഖുർആനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണം, ഈ റമദാനിൽ എന്നിലെ സമരോത്സുകമായ ജീവിതത്തെ എനിക്ക് ഉണർത്തിയെടുക്കണം, ഈ റമദാനിൽ എനിക്ക് അവസാനത്തെ പത്തിലൂടെ എൻ്റെ സ്വർഗം ഉറപ്പാക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കരുതിയിരിക്കേണ്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ വളരെ ചെറുതല്ല. ആശയതലത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികളെ നമ്മൾ നേരിടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ലിബറലിസം ഇന്ന് എല്ലാ നിയന്ത്രണങ്ങളും മനുഷ്യരെ കയറൂരി വിട്ട് സുഖാസ്വാദനത്തിൻ്റെ വഴിയിൽ മനുഷ്യരെ കയറൂരി വിട്ട് അതിൻ്റെ ദുരന്തം വിതച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കൗമാരക്കാരിലേക്ക് വരെ ഉദാര ലൈംഗികത വളർത്തുന്ന, ലഹരി പടർത്തുന്ന, അതിലൂടെ ക്രിമിനലുകളെ നട്ടുവളർത്തിക്കൊണ്ടിരിക്കുന്ന, അത്യന്തം അപകടകരമായ, ഉത്തരവാദിത്വമില്ലാത്ത ഒരു സാമൂഹ്യ സൃഷ്ടി സാധ്യമാക്കുന്ന, അവനവൻ്റെ സുഖാസ്വാദനത്തിൻ്റെ വഴിയിൽ മാതാപിതാക്കൾ പോലും തടസ്സമാകരുത് എന്ന് പഠിപ്പിക്കുന്ന അപകടകരമായ സാംസ്കാരിക ലിബറലിസത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ഇടയിൽ നടന്ന കൊലപാതകങ്ങൾ, ഉമ്മ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചുറ്റിക കൊണ്ട് അടിച്ച് അല്ലെങ്കിൽ തകർത്ത് 5 പേരുടെ ജീവനെടുത്ത അഫ്ഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഞാൻ പറയുക, ഈ കാലഘട്ടത്തിലെ സംസ്കാരത്തിൻ്റെ സന്തതിയാണ്. സുഖാസ്വാദന ജീവിതത്തിലേക്ക് തള്ളിവിടുന്ന, ഉത്തരവാദിത്വ ബോധമില്ലാത്ത ജീവിത സംസ്കാരം വളർത്തുന്ന, ജീവിതം എന്ന് പറഞ്ഞാൽ ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുന്യ നമൂത്തു വനഹിയു അമാ നഹ്നുബി മബൂസീൻ എന്ന് ജാഹിലിയ സങ്കല്പം വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാടിൻ്റെ സന്തതിയാണ്. അത്തരം സംഭവങ്ങൾ ധാരാളം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 10th പഠിക്കുന്ന കുട്ടികളുടെ കലഹത്തിൽ ഒരു കുട്ടി മരണപ്പെടുന്നത്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മുടെ കുട്ടികൾ ഇന്ന് പുകവലിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ മദ്യപിക്കുന്നുണ്ടോ? ഇല്ല. കെമിക്കൽസ് ഉപയോഗിക്കുന്ന, നാർക്കോട്ടിക്കിന് അടിപ്പെട്ട അത്യന്തം അപകടകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സാംസ്കാരികമായ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ, അതിനെ തടഞ്ഞു നിർത്താനുള്ള ഈമാൻ, ആ ഒഴുക്കിനെതിരെ നീന്താനുള്ള ഈമാൻ, അതിൻ്റെ ധാർമ്മികത ഈ റമദാനിൽ നമ്മൾ നേടിയെടുക്കണം. അതുകൊണ്ട് റമദാൻ എന്ന് പറയുന്നത് കുട്ടികളുടെ റമദാനാണ്, യുവാക്കളുടെ റമദാനാണ്, യുവതികളുടെ റമദാനാണ്, കുടുംബത്തിൻ്റെ റമദാനാണ്. ഈ റമദാനോടുകൂടി നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അണഞ്ഞ് ചേർത്ത് നിർത്താനുള്ള സന്ദർഭമായി പ്രിയമുള്ളവരെ നമ്മൾ കാണണം. അവർ നമ്മുടെ മക്കളാണ്, അവർ നമ്മുടെ അടുത്ത തലമുറയാണ്, അവർ നിരപരാധികളാണ്. അവർ വളരുന്ന സാഹചര്യം പലപ്പോഴും അവരുടെ ദിശ തെറ്റിച്ച് കളയുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലപ്പോഴും ഉദാര ലൈംഗികത നമ്മുടെ സ്ഥാപന കവാടങ്ങളിൽ തന്നെ ഇന്ന് കുട്ടികളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കരുതലുണ്ടാകണം. ആ കരുതലിൽ നമുക്ക് കൂടുതൽ സംഭാവനകൾ അർപ്പിക്കാൻ പറ്റുന്ന മാസമാണ് റമദാൻ എന്ന് നിങ്ങൾ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വംശീയതയാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, അത് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഹെയ്റ്റ് ക്യാമ്പയിനിലൂടെ, ഇസ്ലാമോഫോബിയയിലൂടെ. ഇസ്ലാമോഫോബിയ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് പ്രബുദ്ധമെന്ന് പറയുന്ന കേരളത്തിൻ്റെ മണ്ണിൽ വരെ വേരോടി എന്ന് മാത്രമല്ല പടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാട്ടുതീ പോലെ ആളി പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിനെ അണയ്ക്കണമെങ്കിൽ, ഇതിനെ മറികടക്കണമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാനുള്ള ഉൾക്കരുത്ത് നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ അതിജീവനം തന്നെ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബദർ നൽകുന്ന സമരോത്സുകത ചെറുതല്ല, വളരെ വലുതാണ്. മാത്രമല്ല, ഗസ ഈ വർഷമാണ് നടന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൂഫാനുൽ അഖ്സ നടന്നത് ഈ വർഷമാണ്. അവിടെയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഗസ നമ്മുടെ വേദനയാണോ എന്ന് ചോദിച്ചാൽ കുഞ്ഞു ബാലികാ ബാലന്മാർ നമ്മുടെ വേദനയാണ്. പക്ഷെ ഗസ എന്ന് പറയുന്നത് നമ്മുടെ പ്രചോദനമാണ്. ഗസ എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസമാണ്. ഗസ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാഭിമാനമാണ്. ഒരു ജനത, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അതിജീവന പോരാട്ടത്തിൽ ഒരു ജനത ലോകത്തോട് യുദ്ധം ചെയ്ത് അവരുടെ ശക്തി തെളിയിച്ച് ആദർശബലത്തിൽ അവർ വിജയിച്ച് കഴിഞ്ഞ സന്ദർഭം കൂടിയാണ് തൂഫാനുൽ അഖ്സ എന്ന് പറയുന്നത്. ആരോടാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആൾബലത്തിൻ്റെ പേരിൽ, അധികാരത്തിൻ്റെ പേരിൽ, ആയുധ കൂമ്പാരത്തിൻ്റെ പേരിൽ, അതുപോലെ തന്നെ ലോകത്ത് കുറ്റമറ്റ ചാര ശൃംഖലയുടെ പേരിൽ ഒരു സമൂഹത്തിന് വിജയിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇസ്രായേലിന് വിജയിക്കാൻ കഴിയുമായിരുന്നു. അവസാനം അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഹമാസിനെ വായിക്കുന്നിടത്ത് തെറ്റി എന്നുള്ളതാണ്. ഹമാസിൻ്റെ കയ്യിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിലുള്ളത് അവരെ ആർക്കും തകർക്കാൻ കഴിയാത്ത
അവരുടെ ഹൃദയാന്തരങ്ങളിൽ കുടികൊള്ളുന്ന വിശ്വാസമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. നിങ്ങൾക്കറിയാം, NRCയിൽ നിന്ന് തുടങ്ങി CAയിൽ നിന്ന് തുടങ്ങി ഏറ്റവും അവസാനം വഖഫ് ഭേദഗതി ബില്ല് വരെ എത്തി നിൽക്കുന്ന, വംശീയ അജണ്ട നടപ്പാക്കുന്ന ഒരു ഭരണകൂട സംവിധാനത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മോട് ചിലരെങ്കിലും പറയുന്നു, നിങ്ങൾക്ക് ഗർവാപ്പസി ആയിക്കൂടെ എന്ന്. ഗർവാപ്പസി ആയിക്കൂടെ എന്ന് ചോദിക്കുന്നവരോട്, വംശീയ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യക്രമത്തിനകത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അതിജീവനം സാധ്യമാകണമെങ്കിൽ ഈ റമദാൻ നമ്മുടെ പാഥേയമായി തീർന്നേ പറ്റൂ. അതുകൊണ്ട് റമദാനിൻ്റെ രാപ്പകലുകൾ നമുക്ക് ഉൾക്കരുത്ത് നേടാനുള്ളതാണ്, ഈമാൻ ശക്തിപ്പെടുത്താനുള്ളതാണ്, റബ്ബിനോട് അടുക്കാനുള്ളതാണ്, കർമ്മങ്ങളിലൂടെ അള്ളാഹുവിങ്കിലേക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് പാഥേയം ഒരുക്കാനുള്ളതാണ്. നമുക്കറിയാം, റമദാനിൻ്റെ പ്രത്യേകത ഖുർആൻ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതാണ്. തത്തഖൂൻ, തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. തഖ്വ എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ ഈ പറയപ്പെട്ട കാര്യങ്ങൾ, റബ്ബിനോട് അടുക്കുമ്പോഴുണ്ടാകുന്ന തഖ്വ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ മഖറജ് അള്ളാഹു ഉണ്ടാക്കി തരുന്ന, നമ്മുടെ മുമ്പിൽ വഴി അടയൂല, അള്ളാഹു വഴി ഉണ്ടാക്കി തരും. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബ്ലന, നമ്മുടെ മാർഗത്തിൽ ആര് പരിശ്രമിച്ചോ അവർക്ക് നാം മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് വഴികൾ തുറക്കേണ്ടുന്ന, ഒരുപാട് പുതുവഴികൾ വെട്ടിത്തുറക്കേണ്ടുന്ന, ഒരുപാട് മഖറജ് അനിവാര്യമായി തീർന്നിരിക്കുന്ന, മുന്നോട്ട് പോകാൻ ഒരുപാട് ചലഞ്ച് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മത്ത് നോമ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രതിസന്ധികളെയും ആ പ്രതിബന്ധങ്ങളെയും ഒക്കെ എല്ലാ അർത്ഥത്തിലും ആത്മവിശ്വാസത്തോടെയും ആത്മാഭിമാനത്തോടെയും നേരിടാനുള്ള പാഥേയം, തഖ്വ എന്ന പാഥേയം, ഈമാൻ എന്ന കരുത്ത് ഈ റമദാനിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, നമ്മൾ തുടങ്ങുകയാണ് ഇന്ന്. ഇനിയുള്ള ഓരോ രാവും പകലും അള്ളാഹുമായി അടുക്കുന്നതും റബ്ബിനോട് നമ്മെ അടുപ്പിക്കുന്നതും നമ്മുടെ കർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ വീഴ്ചകളെ തിരുത്തുന്നതും, അങ്ങനെ ശവ്വാലമ്പിളി ആകാശത്ത് തെളിയുമ്പോൾ ഒരു പുതുജീവിതത്തിന് നാന്ദി കുറിച്ചു എന്ന സന്തോഷാധിക്യത്താൽ തക്ബീർ ധ്വനികൾ മുഴക്കാൻ കഴിയുന്നതുമായിരിക്കണം, ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.